അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അധ്യായം 1, വാക്യം 9. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വിശ്വാസികൾക്ക് വലിയ ഉറപ്പും പ്രത്യാശയും നൽകുന്ന ഒന്നാണ്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നത് അടിസ്ഥാന ശിലയാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം എന്നും തന്നെ സ്നേഹിച്ചു തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറയോളം നിയമവും ദയയും പാലിക്കുന്ന വിശ്വസ്ത ദൈവം എന്നും നീ അറിയണം എന്ന വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. 36-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ യഹോവേ നിന്റെ ദയ ആകാശത്തോളം എത്തുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്ന് കാണുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ദയ ഓരോ പ്രഭാതത്തിലും പുതിയതാണ് എന്നും അവിടുത്തെ വിശ്വസ്തത വലിയതുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത പരാജയപ്പെട്ടപ്പോഴും ദൈവം അവരോടുള്ള ഉടമ്പടിയിൽ വിശ്വസ്തനായിരുന്നു. വിശുദ്ധ പൗലോസ് ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? കൊരിന്ത് ദൈവസഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭിന്നതകൾ, പാപങ്ങൾ, തർക്കങ്ങൾ. ഈ സഭയ്ക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന സംശയമുള്ള സാഹചര്യത്തിലാണ് വിശുദ്ധ പൗലോസ് കത്തെഴുതുന്നത്. വിശ്വാസികളുടെ കഴിവിനേക്കാൾ ഉപരിയായി അവരെ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയിലാണ് അവരുടെ സുരക്ഷിതത്വം എന്ന് ബോധ്യപ്പെടുത്താനാണ് വിശുദ്ധ പൗലോസ് ഇത് ഉദ്ധരിക്കുന്നത്. മനുഷ്യർ മാറിയേക്കാം, പക്ഷേ ദൈവം തൻ്റെ വിളിയിൽ വിശ്വസ്തനായിരിക്കും എന്ന ഉറപ്പാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത്. ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1, നമ്മുടെ രക്ഷ പൂർത്തിയാക്കുന്നത് നമ്മുടെ നന്മയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അവൻ ആരംഭിച്ച പ്രവൃത്തി അവൻ തന്നെ പൂർത്തിയാക്കും. 2, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കേവലം ഒരു മതത്തിലേക്കല്ല, മറിച്ച് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്കും കൂട്ടായ്മയിലേക്കുമാണ്. 3, ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മെ കൈവിടാതെ തിരികെ കൊണ്ടുവരുന്നതും വിശുദ്ധീകരിക്കുന്നതും വിശ്വസ്തനായ ദൈവമാണ്. ചുരുക്കത്തിൽ, നാം അവിശ്വസ്തരാകുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരുന്നു. യേശുക്രിസ്തുവുമായുള്ള അഗാധമായ ബന്ധത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം നമ്മെ അവസാനം വരെ കാത്തു സൂക്ഷിക്കും. ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.